കോട്ടയം പുതുപ്പള്ളിയിൽ 100 പവനോളം സ്വർണം കവർന്നു. റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ 4 ക്വാർട്ടേഴ്സുകളിലാണ് മോഷണം നടന്നത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, വലിയൊരു മോഷണം, 100 പവനോളം സ്വർണമാണ് കവർന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ മോഷണം നടന്നതെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഈ 4 ക്വാർട്ടേഴ്സുകളിലാണ് മോഷണം നടന്നത്. പുതുപ്പള്ളിയിലുള്ള റബ്ബർ ബോർഡിന്റെ ക്വാർട്ടേഴ്സുകളായിരുന്നു. അവിടെ ഇന്ന് പുലർച്ചെ ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ ആളുകൾ തിരിച്ചെത്തിയപ്പോഴാണ് ഇങ്ങനെ മോഷണം നടന്ന വിവരം അറിഞ്ഞത്. തുടർന്ന് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അപ്പോൾ ഈ മുറികൾ കുത്തി തുറന്ന് അകത്ത് കയറി സ്വർണവും പണവും മോഷ്ടിച്ചു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഏകദേശം 100 പവനോളം സ്വർണവും അതുപോലെ തന്നെ പണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസ് വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ റബ്ബർ ബോർഡിന്റെ ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് റബ്ബർ ബോർഡിന്റെ ഉദ്യോഗസ്ഥരൊക്കെ മാത്രം താമസിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്, വലിയൊരു കോമ്പൗണ്ടാണ്. അവിടെ ഒരു കള്ളൻ കയറി ഇങ്ങനെ ഒരു മോഷണം നടത്തി എന്ന് പറയുമ്പോൾ അത്ര നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം അവിടെ സെക്യൂരിറ്റി അടക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ മോഷണം നടന്നത്, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു. CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ കോട്ടയം ഈസ്റ്റ് പോലീസ് കടന്നിട്ടുള്ളത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 100 പവനോളം സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ കവർച്ച തന്നെയാണ്. കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ കഞ്ഞിക്കുഴി ഭാഗത്തായിട്ട് സമാനമായ രീതിയിൽ 50 പവനോളം വരുന്ന സ്വർണം വലിയൊരു മോഷണം നടന്നിരുന്നത്. അതിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 മാസം കൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയത്ത് മറ്റൊരു വലിയ കവർച്ച കൂടി നടന്നിരിക്കുന്നത്. 100 പവനോളം സ്വർണമാണ് ഇപ്പോൾ ഈ റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിൽ ജീവനക്കാർ താമസിക്കുന്ന 3 ക്വാർട്ടേഴ്സിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. ടോബി, വലിയ രീതിയിലുള്ള ഒരു കവർച്ചയാണ് ഉണ്ടായത്. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. പ്രാഥമികമായി പോലീസ് ഇക്കാര്യത്തിൽ എന്താണ് പോലീസിന്റെ ഒരു നിഗമനം? പോലീസ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലൊന്നും നടത്തിയിട്ടില്ല. എന്തായാലും ഇതിന്റെ കണക്കെടുപ്പ് എത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ മോഷ്ടാവ് ഈ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് കയറിയത്, അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിലേക്ക് തന്നെ എങ്ങനെ കയറി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അത് വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കും. CCTV ഡോഗ് കോഡും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടുകളും എല്ലാം തന്നെ ഇവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധനകൾ, തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തായിരിക്കും ബാക്കി അന്വേഷണത്തിലേക്ക് കടക്കുക. എന്തായാലും ഊർജിതമായിട്ടുള്ള അന്വേഷണം തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ആ സ്റ്റേഷൻ പരിധിയിൽ തന്നെ, കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ വൻ കവർച്ച ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു. 50 പവനിലധികം അന്ന് മോഷണം പോയതാണ്. ആ പ്രതികളെ പിടിച്ചിരുന്നു. എന്നാൽ അതിന് സമാനമായ രീതിയിൽ ഇത്രയും വലിയൊരു സ്വർണം മോഷണം പോകുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കോട്ടയം ഈസ്റ്റ് പോലീസ് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരാളാണോ അതോ കൂടുതൽ ആളുകൾ ഈ മോഷണത്തിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഒരു വ്യാപകമായിട്ടുള്ള പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കുമെല്ലാം പോലീസ് കടന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.